ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ബാഗ് പരിശോധിക്കാൻ കേട്ടോ മനോരമ ആൻറ്റി. ശ്രുതി ഓരോന്ന് വെക്കുന്നത് കാണുമ്പോൾ മനോരമ ചോദിക്കുന്നുണ്ട്, അത് ശരി, നിനക്ക് വരുന്ന വഴിക്ക് കപ്പലണ്ടി കച്ചവടം ഉണ്ടോ? ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്ക് ബാഗിൽ നിന്ന്. ഓൾ സാധനങ്ങൾ കം ഔട്ട് എന്നറിയണേ മനോരമ. അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ശ്രുതി എടുക്കുന്ന സമയത്ത് ശ്രുതിക്ക് കയ്യിൽ ഒരു താക്കോല് കിട്ടണേ. ഇനി അടുത്ത് വരുന്നത് നെക്ലേസ് തന്നെ ആയിരിക്കും എന്ന് പറയട്ടോ മനോരമ. എന്താടി നിന്റെ കയ്യിൽ, എടുക്ക് എന്ന് പറയണേ. ആ സമയം താക്കോല് കാണിക്കുമ്പോൾ ഇതെന്താ താക്കോല് കൊണ്ടാണോ മോഷണത്തിന് ഇറങ്ങുന്നത്? അത് ശരി എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധി പറയുന്നുണ്ട്, അതെന്റെ ക്ഷേത്രത്തിന്റെ നേർച്ചപ്പൂട്ടാണെന്ന് പറയാം കേട്ടോ. അത് മറ്റൊന്നല്ല, അശ്വന്റെ കയ്യിൽ നിന്ന് അന്ന് വീണിട്ടുണ്ടായിരുന്ന ചാവിയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി കംപ്ലീറ്റ് സാധനങ്ങളും ബാഗിൽ നിന്നും പുറത്തിടുക. എന്നിട്ട് ശ്രുതി പറയും, ഈ ബാഗിൽ ഇനിയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കാണാതായ നെക്ലേസ് ഈ ബാഗിൽ നിന്ന് തന്നെ കണ്ടെടുത്തല്ല, എന്തിനായിരുന്നു മനോരമ ഈ പാവത്തിനെ ഇങ്ങനെ അപമാനിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് മനോരമ പറയുന്നുണ്ട്, അതെന്ത് വർത്താനാ അമ്മേ, പുറത്തുനിന്ന് വന്ന ഒരാളുടെ ബാഗ് പരിശോധിക്കുന്ന അത്ര വലിയ തെറ്റൊന്നല്ല എന്ന് പറയണ സമയത്ത് രാമൻ അങ്ങോട്ടേക്ക് വരികയാണേ. ഇതാ അഞ്ജലി മോളുടെ കാണാതായ നെക്ലേസ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മൈ ഗോഡ്, അപ്പം നിങ്ങളാണോ ഇത് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി വഴക്ക് പറയാണ് കേട്ടോ മനോരമയെ. എന്നിട്ട് രാമ ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ സോഫയുടെ അടിയിൽ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞിട്ട് അഞ്ജലിക്ക് കൊടുത്തിട്ട് അയാൾ പോവാണ്. അപ്പോൾ മുത്തശ്ശി മനോരമയ്ക്ക് വേണ്ടിയിട്ട് ശ്രുതിയോട് മാപ്പൊക്കെ ചോദിക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശി, ഞാനല്ലേ പുറത്തുനിന്ന് വന്ന ആള്, അപ്പോൾ എൻ്റെ ബാഗ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയല്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ. പക്ഷെ എന്നാലും ആ നെക്ലേസ് എങ്ങനെ സോഫയുടെ അടിയിൽ വന്നു? നെക്ലേസിനെങ്ങാനും വിങ്സ് വല്ലതും മുളച്ചോ എന്ന് മനോരമ ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, മുത്തശ്ശി വിളിച്ചത് കേട്ടിട്ട് ഞാൻ ധൃതിയിൽ വന്നതാണ്, അപ്പോൾ ഈ നെക്ലേസ് എൻ്റെ സാരിയിലെങ്ങാണ്ട് ഉടക്കിയതായിരിക്കും, അങ്ങനെയായിരിക്കും അത് സോഫയ്ക്കടിയിൽ വന്നതെന്ന് പറയാണ് കേട്ടോ. തുടർന്ന് ശ്രുതിയെ അഞ്ജലി വിളിച്ചോണ്ട് പോവാണ് കേട്ടോ അടുക്കളയിലേക്ക്. എന്താ മാഡം എന്ന് ചോദിക്കുമ്പോൾ ജിലേബി ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കൈ കൊടുക്കണേ. എന്നിട്ട് പറയും, നിന്റെ അമ്മായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഒരുപാട് സങ്കടം വന്നാലും ഒരുപാട് സന്തോഷം വന്നാലും നീ ജിലേബി ഉണ്ടാക്കുമെന്ന്. നീ ഇപ്പം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ജിലേബി ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അഞ്ജലി അവിടുന്ന് പോവാണ്. ആ സമയം ലാവണ്യയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെയും അച്ഛയുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മ അച്ഛയ്ക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയ പലഹാരമാണ് ജിലേബി. അതുപോലെ തന്നെയാണ് അവരുടെ സ്നേഹം. ഇതുവരെ ഞാൻ അവർ തമ്മിൽ വഴക്ക് ഇടുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അന്നേ തീരുമാനിച്ചു, എൻ്റെ ഭർത്താവിനും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ജിലേബിയാണ്. മാഡവും അങ്ങനെ ചെയ്തോളൂ, അശ്വിൻ സാറിനെ വിവാഹം കഴിച്ചതിന് ശേഷം ജിലേബി ആയിക്കോട്ടെ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ, നോ കാർട്ടൂൺ ബേബി, അശ്വിൻ ഷുഗർ ഫ്രീ ആണ്, പിന്നെ എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഞാൻ പഠിപ്പിച്ചു തരാം മാഡം. സാറിന് ഒന്നാമതേ മധുരം ഇഷ്ടമല്ല, പിന്നെ എന്നെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ സാർ, ഞങ്ങൾ ലിവിങ് ടുഗദർ അല്ലേ പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അബദ്ധ ചിന്തയിൽ നിന്നിട്ട് മാഡം ഇതുവരെ മാറിയിട്ടില്ലേ മാഡം, അത് പിന്നെ എന്ന് പറയുമ്പോൾ മാഡം അത് കല്യാണം കഴിക്കാതെ കൂടെ താമസിച്ചാലേ എന്ന് പറയുമ്പോൾ, കൂടെ താമസിച്ചാൽ എന്താ പ്രശ്നം? കൂടെ താമസിച്ചാൽ ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഭാവിയിൽ അത് പ്രശ്നം ഉണ്ടാക്കിയാലോ? ഇപ്പൊ മാഡത്തെ കാണാൻ നല്ല സുന്ദരിയാണ്, 10-20 കൊല്ലം കൂടി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാഡം വയസ്സായി, ഒക്കെ ചുക്കി ചുളിഞ്ഞ് മുടിയൊക്കെ നരച്ച് എന്നൊക്കെ കുഴിഞ്ഞ് എന്നൊക്കെ പറയും. ഓ ഗോഡ്, അങ്ങനെയൊക്കെ ഞാനാവുമോ എന്ന് ചോദിക്കുകയാണേ. എന്നിട്ട് ലാവണ്യ ഇങ്ങനെ ആലോചിക്കുക ആ വയസ്സായ ആ ഒരു സമയത്തെ കുറിച്ചിട്ട്. സാറിനോട് പറയുന്നുണ്ട്, സാർ എനിക്ക് വരുമ്പോൾ ഇങ്ങനെ ഫേസ് ക്രീമൊക്കെ വാങ്ങിയിട്ട് വരണം എന്ന് പറയുമ്പോൾ, ഇനി അതൊന്നും ഉപയോഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സാറിന്റെ കൂടെ ഇതേതാ ഒരു പെണ്ണ് എന്ന് ചോദിക്കുമ്പോൾ, ഇതെന്റെ പുതിയ ഗേൾ ഫ്രണ്ടാണ്, പേര് മധുമിത എന്നൊക്കെ പറയുന്നുണ്ട്. അശ്വിൻ ആ കുട്ടി പറയുന്നുണ്ട്, ഇതാണോ ഡിയർ എക്സ് ഗേൾ ഫ്രണ്ട്? ആളൊരു കിളവിയാണല്ലോ എന്ന് പറയുന്ന സമയത്ത് അശ്വിനൊക്കെ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ ആലോചിക്കും, അവനെ കിടന്ന് കൂക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്താ മാഡം? അല്ല, ഞാൻ വയസ്സായ കാര്യത്തെ കുറിച്ചൊന്ന് ആലോചിച്ചതാ എന്ന് പറയാണ് കേട്ടോ ലാവണ്യ. അയ്യോ, ഞാൻ എത്ര നിർബന്ധിച്ചാലും സാർ മാരേജിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇതിനൊക്കെ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വകാര്യമായിട്ട് പറയണേ.
നമുക്കിത് അശ്വന്ത് സാറിൻ്റെ അടുത്ത് പരീക്ഷിക്കാന്ന് പറയുമ്പോൾ ലാവണ്യ ഓക്കെ എന്ന് പറയാണ് കേട്ടോ. തുടർന്ന് അഞ്ജലി അശ്വിൻ്റെ അടുത്ത് ചെന്നിട്ട് ശ്രുതിയെ പറ്റിയിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ. ഗ്ലേസിന്റെ കാര്യമൊക്കെ അവളെ കള്ളിയാക്കാനായിരുന്നു ആന്റിയുടെ പാവം പിടിച്ച കുട്ടി വല്ലാതെ ഫീൽ ചെയ്തു. എനിക്കും അത് വളരെ സങ്കടമായി എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി ഈ സില്ലി കാര്യത്തിനൊക്കെ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? സില്ലി കാര്യോ? ഒരു കുട്ടിയെ വേഗമൊക്കെ പരിശോധിച്ചിട്ട് കള്ളിയാക്കുന്നത് എനിക്കൊരു സില്ലി കാര്യമായിട്ട് തോന്നിയില്ല കുഞ്ഞാ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അഞ്ജലി പറയുന്നുണ്ട്, അതൊരു പാവം പിടിച്ച കുട്ടിയാണ്, എന്തൊക്കെയോ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഇതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്ന് തോന്നുന്നു, ഇവിടെ ഈ വായാടിത്തരവും ബഹളമൊക്കെ. കുഞ്ഞാ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ, നീയും ഇടയ്ക്ക് അവളോട് ഒരു കാര്യവുമില്ലാതെ തട്ടിക്കയറുന്നുണ്ട്, അത് നീ നിർത്തണം എന്ന് പറയുമ്പോൾ അശ്വിൻ അങ്ങ് ചൂടായിട്ട് പോവാണ് കേട്ടോ. അതിനുശേഷം ശ്രുതി ക്ലോക്കിലോട്ട് നോക്കുമ്പോൾ 1 മണിയായിട്ടുണ്ടാവും കേട്ടോ. കുട്ടികൃഷ്ണ ലേറ്റ് ആയല്ലോ എന്ന് പറയുന്ന സമയത്ത് ലാവണ്യ അങ്ങോട്ടേക്ക് വരികയാണ്. ഒരുപാട് ലേറ്റായി മാഡം എന്ന് പറയണേ. അപ്പോൾ നീ ഇന്ന് കുറച്ച് ലഡുവും ജിലേബിയും ഒക്കെ വീട്ടിലേക്ക് എടുത്തോ എന്ന് പറയുമ്പോൾ, അയ്യോ ലേറ്റായി, ഇനി നിന്നാൽ അമ്മായിയുടെ അടുത്തുനിന്ന് വഴക്ക് കിട്ടും, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നാളെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടിപ്പോവാണേ. അതേ സമയം തന്നെ അശ്വിനും വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ഓടിപ്പോണ സമയത്ത് അശ്വിൻ തട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും അന്നത്തെ പോലെ തന്നെ കൈയൊക്കെ പിടിച്ചിട്ട് നെഞ്ചോട് ചേർക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ശ്രുതിയുടെ കമ്മൽ അശ്വിൻ്റെ ഷർട്ടിൽ കുടുങ്ങാണ് കേട്ടോ. ശ്രുതി കാതിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കണ സമയം അശ്വിൻ ഷർട്ടിൽ നിന്ന് കമ്മൽ എടുത്തു കൊടുക്കണ രംഗാണ് കേട്ടോ. ഒരു പാട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം ഉണ്ട് കേട്ടോ ആ സീന്. തുടർന്ന് ശ്രുതി വേഗം വീട്ടിലേക്ക് പോവാണ്. ആ സമയം വാതിൽ തുറക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ശ്യാമാണ്. ശ്രുതിയെ കണ്ടിട്ട് ഞെട്ടാണ് കേട്ടോ. ഇവക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.